ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. നമുക്കിന്ന് പേപ്പർ സ്ട്രോ വെച്ചൊരു ക്രാഫ്റ്റ് ചെയ്തെടുത്താലോ. ഈ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഒരെണ്ണം കൂടെ വേണം. നമ്മുടെ പേസ്റ്റിൻ്റെയൊക്കെ കവറില്ലേ, അങ്ങനത്തെ ഒരു പാക്കറ്റും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ പാക്കറ്റും കൂടെ വേണം കേട്ടോ. ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഈ സ്ട്രോ ഒക്കെ ഒന്ന് കളർ ചെയ്തെടുക്കാം. ഞാനൊരു ബ്ലാക്ക് കളറാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കയ്യിൽ ഒരു 6 സ്ട്രോ ആണുള്ളത്. ഇത് ഫുള്ളായിട്ട് ഞാൻ കളർ ചെയ്തെടുക്കുന്നുണ്ട്. സ്ട്രോ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേപ്പർ ചുരുട്ടി ഇങ്ങനെ എടുത്താൽ മതി നമുക്ക് ഈ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ 6 സ്ട്രോയും ഞാൻ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. ഇനി നമുക്ക് ഈ പേസ്റ്റിൻ്റെ കവറൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. ഈ പാക്കറ്റ് എന്തായാലും നമ്മൾ യൂസ് ചെയ്യത്തില്ല. ഇത് എന്തായാലും എല്ലാ വീട്ടിലും കളയുന്ന സാധനമായിരിക്കും. ഇനി ഇങ്ങനത്തെ കവറൊക്കെ ഉണ്ടെങ്കിൽ പാക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ കളയേണ്ടത്, നമുക്ക് ഉഗ്രൻ ക്രാഫ്റ്റ് ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ. സോ അത് കാരണം ഇങ്ങനത്തെ പാക്കറ്റൊക്കെ കിട്ടുവാണെങ്കിൽ എടുത്ത് വെച്ചോ. ഞാനിത് ഫസ്റ്റ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയൊരു പോർഷൻ മതി നമുക്ക്. ഫുള്ളായിട്ട് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ട് ഇനി ഇതിനകത്ത് ഒരു ടിഷ്യൂ ഒട്ടിച്ച് കൊടുക്കാവേ. ഈ ടിഷ്യൂ ഒട്ടിച്ച് കൊടുക്കുന്നതിന് 2-3 ഉദ്ദേശമുണ്ട് കേട്ടോ. പെയിൻറ്റ് അടിക്കുമ്പോൾ നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്കിത് പേസ്റ്റിൻ്റെ കവറാണെന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ടിഷ്യൂ ഒട്ടിച്ച് കൊടുക്കുന്നത്. ഈ ടിഷ്യൂ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പേപ്പർ ഒട്ടിച്ച് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നുള്ളത് കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് 4 സൈഡിലും ഞാൻ ടിഷ്യൂ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഇങ്ങനത്തെ ഈ കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ ഇനി ഈ എഡ്ജൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ഈ ടിഷ്യൂ ഉള്ളിലോട്ടാക്കി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തൊരു കളറും കൂടെ അടിച്ചു കൊടുക്കാം. ഞാൻ ബ്ലാക്ക് കളർ തന്നെയാണ് അടിച്ചു കൊടുക്കുന്നത്. അത് ഉണങ്ങുന്ന സമയത്ത് നമുക്ക് ഈ സ്ട്രോ ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാവേ. ഈക്വൽ ഡിസ്റ്റൻസിൽ ഇങ്ങനെ 3 അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്ത് 3 ഞാൻ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇത് വേഗം ഒട്ടാൻ വേണ്ടിയിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുക, ഗ്ലൂ ഗൺ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഈക്വലായിട്ട് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ 3 ഞാനിത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ ബോക്സ്, അതായത് പേസ്റ്റിൻ്റെ ബോക്സ് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് അതും കൂടെ എടുത്ത് ഇതിനകത്ത് ഒട്ടിച്ച് കൊടുക്കാവേ. ഫുള്ളായിട്ട് നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതും കൂടെ ഒട്ടിച്ചെടുക്കാം. നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ഏത് ആംഗിളിൽ വേണമെങ്കിൽ നമുക്കിത് ഫിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഇത് ഇങ്ങനെ വെച്ചിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. ഇതും ഗ്ലൂ ഗൺ വെച്ചിട്ട് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊരു ഫ്ലവർ പോട്ടായിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. വോളിലൊക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും കേട്ടോ. ഈ ഫ്ലവേഴ്സ് എല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. യെല്ലോ കളറിലെ ഫ്ലവർ വുളൻ ത്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഞാൻ അതിൻ്റെ വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മറ്റേത് പേപ്പർ കവറില്ലേ, കവർ വെച്ചിട്ടുണ്ടാക്കിയതാണ് ഫ്ലവേഴ്സ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.